وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. നമ്മളുടെ ഒത്തുകൂടൽ അല്ലാഹു പുണ്യമുള്ള ഒരു സൽക്കർമ്മമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടെ നേരത്തെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹത്തുക്കളായ അല്ലാഹുവിന്റെ ഉഖറവിയായ ആലിമീങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. മുസ്ലിം ഉമ്മത്തിനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുക എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ മഹത്തായ പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. ആ കാലഘട്ടം മുതൽക്ക് ഇന്ന് വരെ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചു വരുന്നതും. അതിൽ ലാഭമോ നഷ്ടമോ ഒന്നും ആ സംഘടനയുടെ നേതാക്കൾ നോക്കാറില്ല. ഭൗതികമായ നേട്ടങ്ങൾ ഒന്നും തന്നെ അതിൽ ലക്ഷ്യം വെക്കാറില്ല. സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, സത്യം തുറന്നു പറയുക, സത്യത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ദീനീ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതൊക്കെയാണ് മഹാന്മാരെ ആ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവരുടെ യഥാർത്ഥ പാതയും അതാണ്. ആ പാത സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മഹത്തുക്കളായ ഉസ്താദന്മാരും പണ്ഡിതന്മാരും അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരിലുള്ള ഒരുപാട് വിരോധികളും എതിരാളികളുമായി ഇവിടെ രംഗത്തുള്ള പ്രസ്ഥാനക്കാരും ആളുകളുമൊക്കെയുണ്ട്. സമസ്തയെ തകർക്കുക എന്ന ഒരൊറ്റ അജണ്ട വെച്ചുകൊണ്ട് തന്നെ ഏതെല്ലാം മാർഗത്തിലൂടെ അവർക്ക് എത്ര താണമാർഗമായാലും തരംതാണ മാർഗമായാലും അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് സമസ്തക്കെതിരിലുള്ള നീക്കങ്ങൾ നടത്തുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇവിടെ പ്രവർത്തിക്കുന്ന പല വിഭാഗക്കാരുമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ നിലകൊള്ളുന്നതിനിടയിലാണല്ലോ സമസ്തയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചിലർ കയറി വന്നത്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ നിലകൊണ്ടപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് സമസ്തയുടെ ആ പരിപാടികൾക്കൊക്കെ തടസ്സമുണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളുമായി അതിന്റെ വിരോധികൾ ഇവിടെ രംഗത്ത് വന്നു. അത് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒന്നല്ല ഒന്നിലധികം വിഭാഗക്കാരുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഫ്ഹൂം മുഖാലഫന്റെ ഒക്കെ ചില മൊയ്ലിയാക്കന്മാരുണ്ട്, മൊയ്ലാമാര്. അവർക്ക് നല്ലോണം മഫ്ഹൂം മുഖാലഫൊക്കെ തിരിയണ ആൾക്കാരാണ്. സമസ്തയുടെ തീരുമാനത്തിന് അർത്ഥം വെക്കുന്നത് അവരാണ് അർത്ഥം വെച്ചത്. എന്താണ് അർത്ഥം? സമസ്ത ഈ അടുത്ത കാലത്തായി ഇവിടെ ജനങ്ങളിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗത്തിന്റെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഈ വിവാദ കേശം. ആ കേശത്തിന്റെ പേരിൽ ഇവിടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമസ്തക്ക് ഒരിക്കലും തന്നെ നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. സമസ്ത അതിനെ സംബന്ധിച്ച് ആധികാരികമായൊരു തീരുമാനം പറയാൻ പലരും സമസ്തയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സമസ്ത ധൃതി കാണിച്ചില്ല. വളരെ കരുതലോടെ കാര്യത്തെ സംബന്ധിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ മുഷാവറയിൽ ഒരു തീരുമാനമെടുക്കൂ എന്ന നിലക്ക് അതിനെ സംബന്ധിച്ച് കൂടുതലായി സമയമെടുത്തുകൊണ്ട് തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് സമസ്ത നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിന്റെ ആളുകൾ ഇവിടെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി വഞ്ചിക്കുന്ന അഥവാ ചൂഷണം ചെയ്യുന്ന, പണം സമാഹരിക്കുന്ന വെറും ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് അതിനെ നടത്തുന്നത് എന്ന്
ബഹുമാനപ്പെട്ട സമസ്തക്ക് ബോധ്യമായപ്പോഴാണ് സമസ്ത മുഷാവറ കൂടി അതിന്റെ അടിസ്ഥാനം തെളിയിക്കാൻ വേണ്ടി ആ വിഭാഗത്തോട് ആവശ്യപ്പെട്ടു. അതിനടിസ്ഥാനമുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. അത് തെളിയിക്കുന്നത് വരെ ജനങ്ങൾ അതിൽ വഞ്ചിതരാകരുത് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടുത്തെ പൊതുജനങ്ങളെ അറിയിച്ചു. വല്ലാത്തൊരു അപാകതയാണല്ലോ സമസ്തയുടെ ആ തീരുമാനം. എന്തൊരു അപാകതയാണത്! ഇവിടെ ചില ആളുകൾക്ക് നെഹവും സർഫൊക്കെ അറിയണേ ചില മൈലിയാക്കന്മാരുണ്ട്. ഓൽക്കേ നെഹവും സർഫും അറിയുള്ളൂ എന്നാ, ഓൽക്കേ ഇബാറത്ത് തിരിയുള്ളൂ, ഓൽക്കേ മഫ്ഹൂം മുവാഫഖ് മഫ്ഹൂം മുഖാലഫിയൊക്കെ തിരിയുള്ളൂ. അങ്ങനെ ധരിച്ചു നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ സമസ്തയുടെ തീരുമാനമാകുന്ന ആ വാചകത്തിന് അർത്ഥം വെക്കുകയും അതിന്റെ വ്യാഖ്യാനം പറയുകയും ചെയ്തു. എന്നാൽ ആര് തന്നെ എന്ത് തന്നെ ആയാലും ശരി, ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത് സത്യത്തിന് വേണ്ടി മാത്രമാണ്. അത് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മളെ കേൾപ്പിച്ച് പഠിപ്പിച്ച മഹത്തായ ഒരു തത്വമാണത്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. നമ്മളിവിടെ നല്ലവരായി ജീവിക്കുക, നല്ലവരായി ജീവിക്കുന്നതോടൊപ്പം തന്നെ മഹത്തുക്കളായ സാദിഖീങ്ങളോടൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കണം. ആരാണ് സാദിഖ്? സാദിഖിന്റെ തഫ്സീർ പറഞ്ഞു കൊടുത്ത് പണ്ഡിതന്മാര് പറയുന്നു, അല്ലദീ യദൂറു മഅൽ ഹഖ് ഹൈസു ദാറ. ഹഖ് എവിടെയുണ്ടോ ആ ഹഖിന്റെ ഒപ്പം നിൽക്കും, അതിന്റെ കൂടെ ഉറച്ചു നിൽക്കും. അങ്ങനത്തെവരാണ് യഥാർത്ഥത്തിൽ സാദിഖ്. ആ സാദിഖീങ്ങളായ ആളുകൾ ആരാണോ അവരെ മറ്റുള്ളതൊന്നും നോക്കണ്ട, അവരാണ് ഏറ്റവും ഉന്നതന്മാരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പരിശുദ്ധമായ വാക്കിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ ഹക്കിനു വേണ്ടി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ എതിരിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇത്തരം എല്ലാവിധ എട്ടുകാലികളൊക്കെ തന്നെ പുറത്തിറങ്ങിക്കൊണ്ട് പല വിധത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. സമസ്തന്റെ ശത്രുക്കൾ, ആദ്യകാലത്ത് സമസ്തയിൽ നിന്നും പോയവര്, അടുത്ത കാലത്ത് സമസ്തയിൽ നിന്നും പോയവർ, ഇവരെല്ലാം ഉണ്ട്. അവരെല്ലാം ഇപ്പൊ അവസാനമായിട്ട് ഒരു കാര്യത്തിൽ അവരൊക്കെ യോജിച്ചിട്ടുണ്ട്. എന്താണത്? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജമുടിയുമായി വന്ന ആളുകളെ അവരുടെ ആ പ്രവർത്തനത്തിൽ ജനങ്ങളെ വഞ്ചിതരാക്കുന്ന, അതിൽ കുടുക്കുന്ന നീക്കങ്ങൾ അവരെല്ലാവരും കൂടി നടത്തിയിക്കുക. ഒരു കൂട്ടരെ നടത്തി, മറ്റോരതിന് സഹായിച്ചു, സമസ്തന്റെ തീരുമാനത്തിനെ പരിഹസിച്ചു. സമസ്തയുടെ പണ്ഡിതന്മാർക്ക് ഒന്നും തിരിയില്ല എന്ന് ജനങ്ങളോട് പറയാൻ അവർ ധൈര്യം കാണിച്ചെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു കാര്യം ആ വിഭാഗം മനസ്സിലാക്കിയാൽ മതി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സഭയാണ്, ആധികാരിക മത നേതൃത്വമാണ്. അതിനവഗണിക്കാനോ അതിന്റെ പണ്ഡിതന്മാർക്കെതിരിൽ ശബ്ദിക്കാനുള്ള ചങ്കൂറ്റം ഇവിടെ ഒരു പണ്ഡിതർക്കും ഇല്ല. സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. എവിടെ നിന്ന് ഇറങ്ങി വന്നവരാണെങ്കിലും ഏത് ആനപ്പുറത്ത് കയറിയവരാണെങ്കിലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു കാര്യം വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ സ്ഥാപിത കാലം മുതൽക്ക് ഇന്ന് വരെ സമസ്തക്ക് ഒരു കാര്യത്തിലും ഒരു പറഞ്ഞ കാര്യം തിരുത്തേണ്ടി വന്നിട്ടില്ല. അത് പണ്ഡിതന്മാരുടെ മഹത്തായ കഴിവാണ്. അത് തിരുത്താം എന്ന നിലക്ക് ആരെങ്കിലും വിചാരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളെയാണ്, അവരുടെ വിഡ്ഢിത്തരമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ കൂടുതലായി എന്നെ സംബന്ധിച്ച് പറയുന്നില്ല. ഇവിടെ ഈ തിരുകേശം എന്ന പേരിൽ ഈ കള്ളമുടിയുമായി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്നിവിടെ മറുഭാഗത്തുള്ളത്. അവരിതുമായിട്ട് നടക്കാൻ ഈ കച്ചവടക്കാരെടുത്ത് എല്ലാ സ്ഥലത്തും ഇപ്പൊ മൗനമായ കച്ചവട. ഇപ്പൊ പലയിടത്തും ഒന്നും കേൾക്കാനില്ല. സമസ്തയുടെ തീരുമാനം വന്നു. SKSF മാത്രമല്ല ഇത്. ഈ SKSF എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിത സഭയുടെ ആശീർവാദത്തോടു കൂടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ്. അവരിവിടെ ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവരെ ഒന്ന് ഒറ്റപ്പെടുത്താൻ നോക്കി. അതൊക്കെ കുട്ടികളാണ്, വലിയവരൊന്നും മുണ്ടണില്ല എന്നാ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ കൂടി തീരുമാനം പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയാനില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിനനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന വിധത്തിൽ ആരെവിടെ നിന്ന് നീങ്ങിയാലും സമസ്ത അതിന് നേരിടുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ പരിപാടി വെച്ചിരിക്കുന്നത് ഈ വ്യാജ കേശത്തിനെതിരെയുള്ള ഈ കള്ളമുടിക്കെതിരെയുള്ള, ഇത് കള്ളമുടിയാണ്. ഇത് സത്യമുടിയാണെങ്കിൽ തെളിയിക്കാൻ വേണ്ടി 1000 വട്ടം അവരോട് ആവശ്യപ്പെട്ടു. പലരും ഫോണിൽ കൂടി ഇങ്ങനെ വിളിക്കുക,
എവിടുന്നാ വിളിക്കണേ? ഉസ്താദെ ഞാൻ ഖത്തറിനാ വിളിക്കണേ, ഉസ്താദെ ഞാൻ കുവൈറ്റിന്നാ വിളിക്കണേ, ഉസ്താദെ ദുബൈനാ വിളിക്കണേ. എന്താ വിളിക്കുന്നത്? അല്ല, നമ്മളിപ്പോ ഈ പറയുന്ന മുടി തുടങ്ങുക, അവിടെ എങ്ങനെയാണ് തുടങ്ങും? ഞാൻ പല പ്രാവശ്യം എന്നെ വിളിക്കാറുണ്ട്, അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനെ വിളിക്കാറുണ്ട്, പലരും വിളിക്കാറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, കൂടുതൽ സംസാരിക്കണ്ട, ചുരുക്ക വാക്കിലൂടെ അതിന് മറുപടി പറയാ. ഈ മുടി സത്യമാണെന്ന് തെളിയിക്കാൻ ഈ മുടിയും വാലും പിടിച്ച് നടക്കുന്നവരാരുണ്ടോ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും, അവരോട് വരാൻ പറയും. അവരെ വിളിക്കണ്ട, ഇജ്ജല്ല വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നാ ഞാൻ വിളിച്ച് പറയാം, അപ്പൊ വരാൻ പറയാറുണ്ട്. എന്നാ വരാൻ പറയാന്നാണ്. പക്ഷെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് മുടി, ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ ആ നിലക്ക് അടിസ്ഥാനമില്ലാത്ത ഈ കള്ളപ്രചരണത്തിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത അതിവിടെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരവ് കൊടുത്ത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുടിയെ സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കമുണ്ടോ? അവിടുത്തെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ശരീരത്തിൽ നിന്നും വിസർജിക്കുന്ന വിയർപ്പ് പോലും അതല്ലെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെയും ആദരവുള്ളതാണെന്ന് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത. പക്ഷെ അതിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ സമസ്ത ഒരിക്കലും വരില്ല. ആ ജാതി ആ വിഭാഗക്കാരുണ്ടോ അവരെ എതിർക്കുക എന്നത് ദീനിന്റെ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉന്നതന്മാരായ എല്ലാ പണ്ഡിതന്മാരും ഈ വേദിയിൽ അണിനിരന്നത്. ഇതൊരു SKSF കുട്ടികളെ പരിപാടി മാത്രമല്ല, ഇത് സമസ്തയുടെ ഉന്നതരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് ഇനി ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ SKSF തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രഖ്യാപനം നടക്കാനുണ്ട്. എന്താണ് ഈ പ്രഖ്യാപനം? ആ പ്രഖ്യാപനം ഇതിന്റെ എതിരിലുള്ള ഈ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സമ്പാദിക്കുന്ന പണസമ്പാദനത്തിന് വേണ്ടി ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിൽ ഇങ്ങനെയുള്ള കള്ളത്തരം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ ഇവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ബാധ്യത അത് ഇവിടുത്തെ പണ്ഡിതന്മാർക്കും പണ്ഡിത സംഘടനയുടെ പ്രവർത്തകന്മാർക്കും ബാധ്യതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് SKSF ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാ വിധത്തിലുള്ള പിന്തുണയും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് മഹാനായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരെ ഒറ്റപ്പെടുത്താനൊന്നും കഴിയൂല. ഇതൊരു SKSF കുട്ടികളെ മാത്രം ഒരു മൂലക്കൽ ഒതുക്കി നിർത്തിയാക്ക എന്നാരും വിചാരിക്കുകയും വേണ്ട. പക്ഷേ കൃത്യമായി പറയാം, ബഹുമാനപ്പെട്ട സമസ്ത അന്നെടുത്ത മുഷാവറയുടെ തീരുമാനം ഇന്നും പ്രസക്തമാണ്. ഇന്നും ആ ചോദ്യം ഇവിടെ വാക്കിയ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ ഈ ആളുകൾക്ക് സാധ്യമാണോ എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും സംശയിക്കണ്ട. ഈ പ്രസ്ഥാനത്തിന്റെ, ഈ മഹത്തായ സംഘടനയുടെ, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പരിപാടിയുടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഇവിടെ തുടർന്നും നടന്നുകൊണ്ടിരിക്കും. അതിന്റെ ഒരു തീരുമാനം ഇന്നിവിടെ പ്രഖ്യാപിക്കുക എന്നതാണ് ഈ ചടങ്ങില് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇനം.